പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിലെ 1-ാം വാക്യം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: ജെറുസലേമിൻ്റെ തെരുവീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക, പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക, നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം. ആമേൻ. എന്താണ് വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്? ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്, നീ അന്വേഷിക്ക്, ഒരു വ്യക്തിയെങ്കിലും നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കണ്ടുമുട്ടിയാൽ ജെറുസലേമിനോട് ഞാൻ ക്ഷമിക്കാം എന്ന് കർത്താവിൻ്റെ സ്നേഹം വെളിവാക്കുന്നു. അതിൻ്റെ അർത്ഥം അവിടെ ജെറുസലേം അത്രയധികം അധപതിച്ചെന്നും പാപത്തിലും അതിക്രമങ്ങളിലും മുഴുകിയിരിക്കുന്നു എന്നാണ്. ഒരാളെ പോലും കണ്ടുമുട്ടാൻ സാധിക്കുന്നില്ല. അവരുടെ പാപം അത്രയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഒരു അന്വേഷണമാണ്, നീതിമാനായ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള അന്വേഷണം. ജെറുസലേമിനോട് കരുണ കാണിക്കാനും അവളോട് ക്ഷമിക്കാനും അവളെ പുനരുദ്ധരിക്കാനുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അന്വേഷണം ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ മാനവ വംശത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുവൻ വന്നു, ദൈവത്തിൻ്റെ പുത്രൻ, കന്യകയിലൂടെ ഗർഭം ധരിച്ച ഈശോ മിശിഹ. ഈശോ മിശിഹായിലൂടെ മാനവ വംശം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, മുഴുവൻ നീതീകരിക്കപ്പെട്ടു. ഈശോ മിശിഹായിൽ വിശ്വസിക്കുകയും അവൻ്റെ അനുയായികളെന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളായ നാമും ഇന്ന് ഈ കാലഘട്ടത്തിൽ ചുറ്റിലും കാണുന്നു. ദൈവകൽപ്പനകൾ ലംഘിക്കപ്പെടുന്നു, മനുഷ്യൻ പാപത്തിൽ മുഴുകി ജീവിക്കുന്നു, ദൈവത്തെ മറന്നു ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ഈ അന്വേഷണം ഇന്നും തുടരുകയാണ്. എനിക്കും നിങ്ങൾക്കും ഈ ഒരു വിളിയുണ്ട്. ദൈവം അന്വേഷിക്കുന്ന, നീതി അന്വേഷിക്കുകയും സത്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുവനായി മാറാനുള്ള വിധി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, പൊതുരംഗങ്ങളിൽ, ദേവാലയങ്ങളിൽ എല്ലാം ദൈവം അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കുന്നതിലൂടെ ഈ ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ ദൈവം അന്വേഷിക്കുമ്പോൾ നമ്മെ കണ്ടെത്താൻ സാധിക്കണം. നമ്മളെ പ്രതി ദൈവം രക്ഷിക്കാൻ, ദൈവം കരുണ കാണിക്കാൻ, നമ്മുടെ കുടുംബങ്ങളോട് കരുണ കാണിക്കാൻ സാധിക്കണം. ആകയാൽ ഈ ഒരു വിളി, ഈ ഒരു അന്വേഷണം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തോടും ദൈവകൽപ്പനകളോടും നമുക്ക് ആദരവ് പുലർത്താം. പാപത്തിൽ വീഴാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. അങ്ങനെ ദൈവത്തിൻ്റെ അന്വേഷണത്തിന് നമുക്കൊരു ഉത്തരമാകാം. നമ്മിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ആകയാൽ ഈ വചനഭാഗം ഹൃദയത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, നീതിമാനായി ജീവിക്കാനുള്ള ഒരു കൃപ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് തരണമേ എന്ന് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. നീതി അന്വേഷിക്കുകയും സത്യം പ്രവർത്തിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാനുള്ളൊരു കൃപ ഞങ്ങളുടെ സമൂഹത്തിന് തരണമേ, ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. ഓരോരുത്തരും കർത്താവെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള തീക്ഷ്ണത കൊണ്ട് നിറയട്ടെ. ഇങ്ങനെ തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊഴുകട്ടെ. ഈ വ്യക്തികളെ പ്രതി അവരായിരിക്കുന്ന സമൂഹങ്ങൾ, അവരായിരിക്കുന്ന ദേശം, അവരായിരിക്കുന്ന പൊതുരംഗങ്ങൾ, എല്ലാ സ്ഥലങ്ങളും കർത്താവെ അങ്ങയുടെ കരുണയാൽ പൊതിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം എല്ലാവരിലും എത്തിക്കണമെന്നും വചനശക്തി പേജിനെ സപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ആമേൻ.